കാട്ടിലെ ഭീകരന്മാരായ കടുവ, സിംഹം, കരടി ഈ പറയുന്ന ജീവികളെയൊക്കെ നാല് ചുവരുകൾക്കുള്ളിൽ അടച്ചു കാണുന്നതിനേക്കാൾ ഭംഗി കാടിൻ്റെ അന്തരീക്ഷത്തിൽ കാണുന്നതാണെന്ന് മനസ്സിലായ ഒരു ദിവസത്തെക്കുറിച്ചാണ് ഈ വീഡിയോട്ടാ. ബാംഗ്ലൂർ ടൗണിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പറയുന്ന നാഷണൽ പാർക്ക്. ഏത് പറയുന്ന നാഷണൽ പാർക്ക്? നമ്മുടെ ബണ്ണാർഘട്ട നാഷണൽ പാർക്ക്. നിങ്ങൾ ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് എന്ത് കാര്യമാണുള്ളത്? കാണേണ്ട കാര്യങ്ങളാണ് കാണേണ്ടത്. വെറും 350 രൂപ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നാഷണൽ പാർക്ക് കാണാം. കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രകൃതി അതിൻ്റെ തനിമയോടെ കാത്തു സൂക്ഷിച്ച ഒരിടം നിങ്ങൾക്ക് കാണാൻ പറ്റും. 350 രൂപ മാത്രം. പാർക്കിൻ്റെ ഫ്രണ്ടിൽ ടിക്കറ്റ് പരിശോധിക്കാൻ 2 പേരിരിക്കുന്നുണ്ട്. അവരവരുടെ പണി ചെയ്യുന്നു, നമ്മൾ നമ്മളുടെ പണി ചെയ്യുന്നു. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇവർക്ക് ഹിന്ദി വലിയ പ്രശ്നമാണെന്നല്ല പറയുക, ഈ കർണാടകക്കാർക്ക്. ഞാൻ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാ. പക്ഷേ ഇവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ ഹിന്ദിയിലാണ് ഞാൻ സംസാരിച്ചത്. അവിടെ ഉള്ളവരോടൊക്കെ ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഒരു പ്രശ്നം ഞാൻ കണ്ടില്ല. ഞാൻ എന്തായാലും ജീവനോടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അവിടെ ഹിന്ദിയിലും സംസാരിക്കാം. അങ്ങനെ ഉള്ളിലേക്ക് കടന്നപ്പോൾ കർണാടക ടൂറിസം വകുപ്പിൻ്റെ പച്ച നിറത്തിലുള്ള സഫാരി ബസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് എന്താണ്ടായേ? ഒരു ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂ പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊക്കെ കയറാൻ പറ്റുള്ളൂ. ക്യൂ ഇല്ലാണ്ട് ഒരു പരിപാടിയില്ല. മലയാളികൾക്ക് പൊതുവെ ക്യൂ ഭയങ്കര പരിചിതമാണല്ലോ. ക്യൂ നിൽക്കുക ഇഷ്ടമല്ലെങ്കിലും ചില സ്ഥലത്ത് മാത്രം ക്യൂ നിൽക്കാറുണ്ട്. അത് വേറെ കാര്യം. ഇനിയെല്ലാം പച്ചമയായിരിക്കും കേട്ടോ. അതൊരു കാര്യമാണ്. പച്ചവണ്ടി, പച്ചക്കാട്, പച്ച, എല്ലാം പച്ച. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾ സ്വതന്ത്രമായിട്ട് നടക്കുമ്പോൾ മനുഷ്യരായി നമ്മൾ സുരക്ഷയ്ക്കായി കമ്പിക്കുള്ളതാണ്. ബസ് ഫുള്ള് കമ്പിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാണ്ട്. വേറെ ഒന്നുമല്ല, ഇങ്ങനത്തെ സഫാരിക്കൊക്കെ പോകുമ്പോഴേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വേറെ ഒന്നുമല്ല, ഫ്രണ്ടിലിരിക്കാൻ ശ്രമിച്ചോളൂ. ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ സൈഡിലെ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. മൃഗങ്ങളെ നല്ല രീതിയിൽ കാണണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിൽ ഇരുന്നിരിക്കണം. ആരെങ്കിലും ആ സീറ്റിൽ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം കയറാൻ വന്നത് കേട്ടോ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ സീറ്റ് ഞങ്ങൾക്ക് തന്നെ കിട്ടി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ആകാംക്ഷയോടെ പുറത്തേക്ക് നോക്കിയിരിക്കുക കേട്ടോ. വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡ്രൈവർ ഗഡിയാണിത്. ആൾ നല്ല സെറ്റാണ്, ആൾ നല്ല സപ്പോർട്ടാണ്. നമുക്ക് കുറേ ഉപകാരങ്ങളൊക്കെ ചെയ്തു. ആളുടെ പേര് മറന്നുപോയി, ചോദിച്ചതാണ് മറന്നുപോയി. ആൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു. അതായത് ഫോൺ ആൾ വാങ്ങിയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു. അങ്ങനെ കുറേ ഉപകാരങ്ങൾ ചെയ്തു. ഇനി ഈ ബണ്ണാർഘട്ട നാഷണൽ പാർക്കിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. 1970 ഒരു സാധാരണ പാർക്കായി തുടങ്ങിയ പരിപാടിയാണിത്. 1974 ദേശീയോദ്യാനമായും 2002 ഒരു ബയോളജിക്കൽ പാർക്കായി രൂപാന്തരപ്പെട്ട ബണ്ണാർഘട്ട ഇന്ന് ബാംഗ്ലൂരുവിൻ്റെ ശ്വാസകോശം പോലെയാണ് കേട്ടോ. ശ്വാസകോശം സ്പോഞ്ച് പോലെ ആക്കരുത് കേട്ടോ. ഇങ്ങനെ ശ്വാസകോശമാണെന്ന് പറയാൻ കാരണമുണ്ട്. വെറുതെ പറഞ്ഞതല്ല, എനിക്ക് പ്രാന്തായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഇതിന് പ്രധാന കാരണം 22 കിലോമീറ്റർ മാറിയാണ് ഈ ബണ്ണാർഘട്ട നാഷണൽ പാർക്കുള്ളത് ബാംഗ്ലൂർ ടൗണിൽ നിന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരിലെ എയർ പൊല്യൂഷന് ഒരു സമാധാനം ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് ഇവർ വഹിക്കില്ലേ, ഈ നാഷണൽ പാർക്ക് വഹിക്കില്ലേ. കുറേ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ വഹിക്കാണ്ടിരിക്കും. ഇനി അങ്ങനെ യാത്ര തുടരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള മൃഗങ്ങളെയാണ്. ഇവർ അത്ര ഭീകരന്മാരല്ലാത്ത കാരണം എല്ലാവരെയും ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. അതായത് ഈ ഒരു സെക്ഷൻ മുഴുവൻ സസ്യബുക്കുകൾ മാത്രമാണുള്ളത്. സസ്യബുക്കുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ആദ്യം തന്നെ കാണുന്നത് ആനയാണ്. ഇവിടെ ആനയെ കാണുമ്പോൾ ആനയ്ക്ക് മാത്രമാണ് ഒട്ടും ഫ്രീഡം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആനയിലെ കാലിൽ നിങ്ങൾക്ക് ചങ്ങലകൾ കാണാൻ പറ്റും. അങ്ങനെ ചങ്ങല ഇട്ടിട്ട് നിർത്താനാണെങ്കിൽ പിന്നെ എന്ത് ഫ്രീഡം? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആനയുടെ കാര്യത്തിൽ മാത്രം തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മൃഗങ്ങൾ ഫ്രീ ആയിട്ട് നടക്കും, അതുപോലെ മനുഷ്യന്മാർ മാത്രം വണ്ടിയിലുള്ളിൽ. പക്ഷെ ആനേനെ അങ്ങനെ ചങ്ങലക്കിടാൻ ഒരു കാരണമുണ്ട്. എന്തായിരിക്കും? ആന ഭീകരനാണ്. കാട്ടിലെ 2 ഭീകരന്മാർ മാത്രമേ ഉള്ളൂ കാട്ടിൽ. അതിലൊരു ഭീകരനാണ് ഈ പറയുന്ന ആന. ആനേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആനകൾ കൂട്ടമായിട്ട് ജീവിക്കുന്ന ജീവികളാണ്. പൊതുവേ ആനയുടെ കൂട്ടത്തിന് നയിക്കുന്നത് വലിയൊരു എന്താ പറയുക, അതിലൊരു മേട്ടൻ ഉണ്ടാവും. മേട്ടൻ ആനയാണ് മെയിനായിട്ട് എല്ലാ ആനകളെയും ഭരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത്, ആ കൂട്ടത്തിനെ. അതിൽ ഈ കൊമ്പൻ ആനകൾ ഉണ്ടാവില്ല കേട്ടോ. ഈ അരിക്കൊമ്പനൊക്കെ പിടിക്കുന്ന സമയത്ത് കുറേ ആളുകൾ പറഞ്ഞിരുന്നു ആനകൾ എന്താ ചെയ്യുക, ആനകൾ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന, അതായത് അരിക്കൊമ്പനും ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടെന്ന്. പക്ഷേ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല അവർക്ക്. പെണ്ണാനകളുമാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക. കുട്ടിക്കൊമ്പനുകളൊക്കെ ആണുങ്ങളൊക്കെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരൊക്കെ അടിച്ച് പുറത്താക്കുക. അവർ സർക്കസിൽ നിന്നും മറ്റും രക്ഷപ്പെടുത്തുന്ന ആനകളൊക്കെ ഉണ്ടല്ലോ, അവരിവിടെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഡ്രൈവർ പറഞ്ഞതാണ്. അടുത്തൊരു മുതലാണ് ഇന്ത്യൻ കാടുകളിൽ തനത് സ്വത്തായ സാമ്പാർ ഡീർസ്. സാധാരണ നമ്മൾ അതിരപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ വഴിപോക്കരുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുന്ന നമ്മൾ ആവുകളെ നമ്മൾ കാണാറില്ലേ? അതിൽ മിക്കവാറും കൊമ്പില്ലാത്തവയാണ് നമ്മൾ കാണാറുള്ളത്. കൊമ്പുള്ളത് ആണും കൊമ്പില്ലാത്തത് പെണ്ണും. ഇവിടെ നമുക്ക് നല്ല ഗംഭീര കൊമ്പുകളുള്ള മ്ലാവുകളെയാണ് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണുന്നത് നല്ല ഭംഗിയുള്ള പുള്ളിമാൻ കിടാവേ കൂട്ടമായി പുല്ല് മേയുന്നതാണ്. ഇവരുടെ ഒരു ഭാഗ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
ഈ കാടിൻ്റെ സെറ്റപ്പിൽ അതായത് കൂട്ടിലൊന്നല്ല, ഫുള്ള് ഇത്രയും സ്പേസിൽ ഇവർക്ക് ഫ്രീ ആയിട്ട് നിന്നിട്ട് ഒരു ടെൻഷൻ അടിക്കാണ്ട് ഫുഡ് തിന്നാം. ഫുഡല്ല കേട്ടോ, പുല്ല് തിന്നാം. എന്തിനും എളുപ്പമല്ലേ? കടുവേനും പേടിക്കണ്ട, പുലിനും പേടിക്കണ്ട, ഒന്നിനും പേടിക്കണ്ട. അത്രയും സുഖ ജീവിതം വേറെ ആർക്കെങ്കിലും കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ഇതൊക്കെയാണ് ജീവിതം, ഇതൊക്കെയാണ് മുൻജന്മ സുഹൃത്തും എന്നൊക്കെ പറയണത്. എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന വലിയ ഭാഗ്യമാണ്. പിന്നെ അടുത്തത് കണ്ടത് ഒരു മല പോലെയൊക്കെ തോന്നിക്കുന്ന ഇന്ത്യൻ കാട്ടുപോത്തല്ല കേട്ടോ, കാട്ടി. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ കാട്ടുപോത്തുകൾ ഇല്ല. ഇവിടെ കാട്ടിയാണുള്ളത്. നമ്മൾ കാട്ടുപോത്ത് എന്നാണ് വിളിക്കാറുള്ളത്, പക്ഷെ കാട്ടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കന്നുകാലി വർഗമായ ഗൗറുകളുടെ വംശമാണ് ഇവര്. വേണമെങ്കിൽ ഇവരെ നമുക്ക് കാട്ടിലെ ജിമ്മന്മാരെന്ന് വിളിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ജിമ്മന്മാരെ പോലെയാണ് ഇവരുടെ പരിപാടിയൊക്കെ. വേറൊരു ജീവിയിൽ ഇത്രയും കട്ട പിടിച്ച് നടക്കുന്ന വേറൊരു ജീവിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് സസ്യബുക്കുകളുടെ ഏരിയ ആണെന്ന്. എന്നാൽ വഴിയരികിലെ തടാകത്തില് പാറപ്പുറത്തൊരു മുതലിരിക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമില്ല, മുതലയാണ്. ആ മുതല അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മുതലാളിയുടെ അടുത്ത് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, സസ്യബുക്കുകളുടെ ഈ ഒരു സ്ഥലത്ത് എന്തിനാണ് വന്ന് വലിഞ്ഞു കയറിയിരിക്കുന്നതെന്ന്. പക്ഷേ എന്താ പറയുക, അവിടെ ഇരിക്കുന്നുണ്ട്, പാവം, ജീവിച്ചു പോയിക്കോട്ടെ. മുതലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെ വേണമെങ്കിൽ നമുക്ക് ജീവിക്കുന്ന ഫോസിലുകൾ എന്ന് വിളിക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ ചരിത്രം പേറുന്ന ആ ഒരു ജീവിയാണിത്. ലക്ഷക്കണക്കിന് വർഷങ്ങളാട്ടോ ഇവർ ജീവനോടെ ഉണ്ടായിരുന്നു. നമ്മൾ മനുഷ്യന്മാർക്കൊക്കെ മുമ്പ്, നമ്മളൊക്കെ വരുന്നതിന് മുമ്പ് ഈ മുതലുകൾ ഇവിടെ ഉണ്ടായിരുന്നു. മുതലകൾ ഇവിടെ ഈ നിൽക്കുന്നതാണ് നീൽഗായ് എന്ന് പറയുന്നത്. നീൽഗായ് നോർത്ത് ഇന്ത്യൻസ് ആണ്. ഇവരെ കാണുമ്പോൾ പശുവായിട്ട് തോന്നുമെങ്കിലും ശരിക്കും ഇവർ പശുവല്ല. ഇവർ വലിയ മാനുകളുടെ വർഗ്ഗത്തിലൊക്കെ പെടുന്ന ജീവികളാണ്. ഏറ്റവും വലിയ മാനുകളാണ് സത്യത്തിൽ ഈ നീൽഗായ് എന്ന് പറയുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മെയിൻ സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് നമ്മൾ ഇനി കാത്തിരിക്കുന്ന നോൺ വെജ് ടീമുകളുടെ എൻട്രിയാണ് വരാൻ പോകുന്നത്. ഈ ഗേറ്റ് തുറക്കുന്നത് കാണാൻ നല്ല രസമല്ലേ? ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഈ ജുറാസിക് പാർക്ക് പോലെയൊക്കെ തുറക്കുന്നത് പോലെ ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഭീകരന്മാരിരിക്കുന്നത്. ഇവിടെ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് കരടിക്കുട്ടന്മാരെയാണ്. കാട്ടിലെ ഭീകരന്മാരാണ് കരടി. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ഭീകര ആനയാണ്, അടുത്തൊരു ഭീകരനാണ് കരടി. ഒരു കാര്യമില്ലാതെ മനുഷ്യരൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവർ വന്നൊരു തട്ടും തട്ടി പോവും. അവരുടെ സ്നേഹപ്രകടനമാണ് കേട്ടോ അതൊക്കെ. തട്ട് കെട്ടി കഴിഞ്ഞാൽ മോന്തയുടെ ഒരു ഭാഗം പോകുമെങ്കിലും സ്നേഹം കൊണ്ടല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് സഹിക്കാം. അല്ലാതെ വേറെ നിവൃത്തിയില്ല. സ്നേഹം കൊണ്ടല്ലേ, കരടിക്കുട്ടൻ്റെ സ്നേഹമല്ലേ എന്നൊക്കെ വിചാരിക്കാം. പിന്നെ ഗേറ്റുകൾ കടന്ന് ആ ഭാഗത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ വഴിയരികിൽ ഒന്നിനെ കണ്ടുട്ടോ. ഏറ്റവും ആദ്യം ഒരെണ്ണത്തിന് കണ്ടു. ദേഹം ഫുള്ള് എന്താണ്, കറുത്ത രോമങ്ങളുമായി നീണ്ട മൂക്കും നഖങ്ങളുള്ള സ്ലോത്ത് ബീറുകൾ. ഇന്ത്യയിലെ എല്ലാ കാടുകളിലും ഇവരുണ്ട് കേട്ടോ, എല്ലാ കാടുകളിലും ഉണ്ട്. ചിതലുകളാണ് കേട്ടോ ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. നീണ്ട നഖങ്ങൾ കൊണ്ട് ചിതൽപ്പുറ്റുകൾ ഇങ്ങനെ പിളർന്നിട്ട് ഒരു വാക്വം ക്ലീനറൊക്കെ പോലെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് ചിതലുകൾ ഇങ്ങനെ വലിച്ചെടുക്കും. നല്ല ഈസി ആയിട്ട് വലിച്ചെടുക്കാം കേട്ടോ. കാര്യം ഇവർ മടിയന്മാരാണെന്ന് തോന്നുമെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാലല്ലോ ഇവർ സ്ഥിതി വേറെ. ഞാൻ പറഞ്ഞില്ലേ, ഭീകരന്മാരാണ്. വേഗത്തിൽ ഓടും ചെയ്യും, ആക്രമിക്കുകയും ചെയ്യും. ഇവരെ പേടിച്ചിട്ടാണ് പ്രധാനമായും തുറന്ന വാഹനങ്ങളിൽ സഫാരി അനുവദിക്കാത്തത്. ഈ സിംഹം, കടുവയും പുലിയും അങ്ങനെയുള്ള ടീമുകളൊക്കെ ഒരിക്കലും നമ്മൾ ഉപദ്രവിച്ചൊന്നും വരില്ല. ഇങ്ങനെ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ സഫാരിക്ക് നമ്മൾ ജീപ്പിൽ പോയാൽ പോലും അവർ നമ്മൾ ഉപദ്രവിച്ചൊന്നും വരില്ല. പക്ഷെ കരടിക്കുട്ടന്മാർ അങ്ങനെയല്ല, കുറച്ചൊരു വെറുതെ ഒരു ദേഷ്യം തോന്നി കഴിഞ്ഞൊരു മാന്തും. അപ്പോൾ കാര്യം തീരുമാനവും. ഇത്രയും വലിയ ബസ് ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ ബസ്സിൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ എന്തുമാത്രം ഭീകരനായിരിക്കും വേണമെന്ന് ആലോചിച്ച് നോക്കിയാൽ. ഞാനിരിക്കുന്ന സീറ്റിൻ്റെ സൈഡിൽ ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ഹോളുണ്ട്. ഹോളല്ല, ഒരു എന്താ പറയുക, അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള കമ്പിയൊന്നും ഇല്ലാത്തൊരു സ്ഥലമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണെന്ന് എനിക്കറിയില്ല. പ്രധാനമായിട്ടും ഡ്രൈവറുടെ അവിടെ ഉണ്ട്, ഈ സൈഡിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു കൈയിട്ടൊരു മാന്തി കഴിഞ്ഞാൽ എൻ്റെ കൈയുടെ പണി കഴിയും. അതുകൊണ്ട് ഞാൻ ഇത്തിരി പേടിച്ച് ഇത്തിരി നീങ്ങിയിട്ടാണ് നിന്നട്ടാ. ഇനി അടുത്ത ഗേറ്റ് തുറന്നപ്പോൾ ഞാൻ ചോദിച്ചു കേട്ടോ ഡ്രൈവർ ഗഡിയുടെ അടുത്ത്, നമ്മുടെ അടുത്തത് ഏത് ഗഡിമനത്ത് താവളാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഡ്രൈവർ മുതലാളി പറഞ്ഞു ഇനി ഫുള്ള് പൂച്ചകളാണെന്ന്. ആദ്യം പുള്ളിപ്പുലിയാണ് കണ്ടത്. പുള്ളിപ്പുലികളെ കണ്ടുപിടിക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ടു. പരിസരവുമായി ഇഴുകിച്ചേരാനുള്ള ഈ കഴിവാണ് പുള്ളിപ്പുലികളെ ഏറ്റവും അപകടകാരിയായ വേട്ടക്കാരിൽ ഒരാളാക്കുന്നത് കേട്ടോ. അതായത് കാട്ടിൽ ഒളിഞ്ഞിരിക്കാൻ ഇത്രയും കഴിവുള്ള ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. കടുവ കാട്ടുപോത്തുകളെ വേട്ടയാടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കടുവയുടെ പകുതി ശക്തിയില്ലാത്ത ഈ പറയുന്ന പുള്ളിപ്പുലികൾ 1 ടണ്ണോളം വരുന്ന കാട്ടുപോത്തുകളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അവരുടെ റേഞ്ച് മനസ്സിലാക്കാമല്ലോ. ചില്ലറക്കാരുള്ളവർ കേട്ടോ. അടുത്തത് നമ്മുടെ രാജേട്ടനാണ്. രാജേട്ടൻ്റെ ഏരിയയിലേക്കാണ് കടന്നത്. കാട്ടിലെ രാജാവ് എന്ന വിശേഷം കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന രൂപം നമ്മുടെ സിംഹത്തിൻ്റെ ആയിരിക്കും. സിംഹപ്പടയുടെ രാജാവ് കേട്ടിട്ടില്ലേ? സിംഹത്തിൻ്റെയാണ് നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് രാജാവ് എന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത്. വിശാലമായ പുൽമേട്ടിൽ ഒരു പാറയുടെ മുകളിൽ പൂർണ്ണ ഗംഭീരത്തോടെ വിശ്രമിക്കുന്ന സടയുള്ള ഒരു ആൺസിംഹം അവിടെ ഇരിക്കണേണ്ട. ഗഡിമൻ വേറെ ലെവലാട്ടാ. അല്പം മാറി ഒരു പെൺസിംഹം ഉണ്ട് കേട്ടാ. കൂട്ടമായി ജീവിക്കുന്ന പൂച്ചകളാണ് ശരിക്കും സിംഹങ്ങൾ. ഇവരുടെ ഓരോ കൂട്ടത്തിനെയും പ്രൈഡ് എന്നാണ് വിളിക്കുക. അതിൻ്റെ ഒരു പ്രൈഡ് ഇവർക്കുണ്ട്.
ഇത് പ്രൈഡ് എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു പ്രൈഡ് ഉണ്ടല്ലോ, ഒരു അഹങ്കാരം അവർക്കുണ്ട്. സിംഹത്തെ കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സ്വാഭാവികമായി വരുന്ന ഒരു ചോദ്യമുണ്ട്, സിംഹമാണോ കടുവയാണോ കൂടുതൽ ശക്തനെന്ന്. സിംഹം രാജാവാണെന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിലും വലിപ്പത്തിലും ശാരീരിക ശക്തിയിലും മുൻതൂക്കം കടുവയ്ക്കാണെന്നാണ് ഒരു വെപ്പ്. ബംഗാൾ കടുവകൾക്ക് സാധാരണയായി ആഫ്രിക്കൻ സിംഹങ്ങളെക്കാൾ ഭാരവും നീളവും കൂടുതലാണ്. ഒറ്റയ്ക്ക് ജീവിച്ച് ഇര പിടിക്കുന്നതിനാൽ കടുവകൾ കൂടുതൽ ആക്രമണകാരികളും ശക്തരുമാകുന്നതെന്നാണ് ആളുകൾ പറയുന്നത് കേട്ടോ. എന്നാൽ സിംഹങ്ങൾ കൂട്ടമായി ജീവിക്കുന്നതിനാൽ അവയുടെ ശക്തി കൂട്ടായ ചെറുത്തുനിൽപ്പിലാണ്. പക്ഷേ രാജാക്കന്മാർ ആരും ഒറ്റയ്ക്ക് യുദ്ധത്തിന് പോകാറില്ല, അങ്ങനത്തെ ഒരു ചരിത്രമില്ല. അപ്പോൾ രാജാക്കന്മാർ കൂട്ടായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. മണ്ടന്മാരായിട്ടുള്ള ആളുകളാണ് ഒറ്റയ്ക്കൊക്കെ പോയി യുദ്ധത്തിന് ഇറങ്ങുക. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമുക്ക് ബാക്കി കാര്യം പറയാം. അതായത് ഇന്ത്യയിലെ ഗീർ ഫോറസ്റ്റിൽ മാത്രമാണ് സിംഹങ്ങളുള്ളത് കേട്ടോ. നമ്മുടെ സിംഹങ്ങളിൽ ഗീർ വനത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാഷണൽ അനിമലായ കടുവയുടെ എൻട്രിയാണ് കേട്ടോ. കടുവ സാറിൻ്റെ എൻട്രിയാണ്. ഞങ്ങളുടെ ബസ് ഒരു വളവ് തിരിഞ്ഞപ്പോൾ തൊട്ട് മുന്നിൽ പുല്ല് നിന്ന് നിൽക്കുകയാണ് മുതലാളി. പുല്ല് നിന്ന് നിൽക്കുകയാണ്. കടുവ എന്താ പറയുക, പുല്ല് നിന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കടുവ സാറ് ഇങ്ങനെ പുല്ലൊക്കെ തിന്നാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മൃഗങ്ങളുടെ രാജാക്കന്മാർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. എന്തെങ്കിലുമൊക്കെ തിന്നട്ടെ. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം പറയാട്ടോ, സിംഹത്തിൻ്റെ അത്ര ഭംഗി കടുവയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ആളുകൾക്കെല്ലാം കടുവയാണ് ഇഷ്ടം. അതായത് ഇതുവരെ കണ്ട ജീവികളെക്കാൾ കൂടുതൽ ആളുകൾ ബഹളം വെച്ചത് ബസ്സിലിരിക്കുന്നവരൊക്കെ ഓളിട്ടത് കടുവയെ കണ്ടപ്പോഴാണ്. ഓറഞ്ചും കറുപ്പും വരകളിലെ ആ ശരീരം വന്യതയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകം തന്നെയാണെന്ന് ഞാൻ ഇത്തിരി ആധികാരികമായി പറയാണ്. ആധികാരികമായിട്ടല്ലല്ലോ, എങ്ങനെ പറയണ്ടേ, ആധികാരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അർത്ഥമല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് ഡെക്കറേഷനിൽ പറയാമെന്നാണ് കേട്ടോ. അതുപോലെ ഗതികെട്ടാൽ പുല്ല് തിന്നും കേട്ടിട്ടേ ഉള്ളൂ, അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും അത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. മാംസബുക്കായ കടുവ എന്തിനാണ് ശരിക്കും പുല്ല് തിന്നണമെന്ന് ആലോചിക്കുക. മാംസബുക്കായിട്ടുള്ള കടുവ എന്തിനാ പുല്ല് തിന്നുണ്ടാവുക ഒന്ന് ആലോചിക്കുക. നിങ്ങൾ പറയും. ഈ കടുവകളും അതുപോലെ തന്നെ പല ജീവികളുണ്ടല്ലോ, പല മാംസബുക്കുകൾ, കടുവ, സിംഹം, അങ്ങനെയുള്ള എല്ലാ ജീവികളും പുല്ല് തിന്നാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദഹന പ്രക്രിയ ഉണ്ടല്ലോ, അതൊന്നും സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്, ദഹനം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് അങ്ങനെ പുല്ല് തിന്നുന്നത്. ഇങ്ങനെ അവർ പുല്ല് തിന്നുമ്പോഴേ ഇരയുടെ ദഹിക്കാത്ത എല്ലും രോമവും പോലുള്ള ഭാഗങ്ങൾ വയറ്റിൽ നിന്ന് പുറന്തള്ളാനും വിരകളെ ഒഴിവാക്കാനും ഇത് സഹായിക്കും അല്ലേ. ഇതൊരു പോഷകാഹാരമല്ല, മറിച്ച് ഒരു തരം വയറ് നന്നാക്കാനുള്ള ഒരു പരിപാടിയാണ് സത്യത്തിൽ. അങ്ങനെയാണ് അതിൻ്റെ ഒരു കളികൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും ലുക്കുള്ള ഒരു വെള്ളക്കടുവേനും കണ്ടുട്ടാ. വെള്ളക്കടുവയ്ക്കാണ് പൊതുവെ നല്ല ലുക്ക് പറയാന്ന് വെച്ചാൽ, മറ്റേ കടുവേനെ നമ്മൾ സ്ഥിരമായിട്ട് കാണില്ല. അത് കാരണം ലുക്ക് ഒരു വെറൈറ്റി കടുവയ്ക്കായിരിക്കും. ഇത് ശരിക്കും ഇങ്ങനെ ഒരു ഇനല്ല. ഇത് അതിൻ്റെ കളറ് മാറുന്നൊരു എന്താ പറയുക, നിറ വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഓറഞ്ച് കളറുള്ളത് വെള്ള കളറായി കാണുന്നു മാത്രം. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അതുപോലെ മറ്റൊരു കാര്യം, കാട്ടിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് നാട്ടിലിറങ്ങുന്ന കടുവകളൊക്കെ ഇല്ലേ പിടിച്ച് കാട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുന്ന ഒരു പരിപാടി ഉണ്ട്. കാട്ടിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ നാട്ടിലിറങ്ങുന്നത്. അവരെ പിടിച്ചിട്ട് കാട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുന്ന ഒരു പരിപാടി. അതിന് പകരം ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാത്രമല്ല ഈ കടുവ ഫേമസ് ആണെങ്കിലുണ്ടല്ലോ, ഇങ്ങനെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന കടുവ ഫേമസ് ആണെങ്കിൽ അതിനെ വെച്ച് നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റും, അതിനെ വെച്ച് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ആനക്കൂട്ടലുകളില്ലേ, ആനക്കൂട്ടലുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആനേനൊക്കെ ഇപ്പോൾ വലിയ ഫേമസ് ആയിട്ടുള്ള ആനകൾ ഒരുപാട് പേരെ കൊല്ലുക, അല്ലെങ്കിൽ നാട്ടിലിറങ്ങി കുറേ പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെയുള്ള ആനകളൊക്കെ കാണിച്ചിട്ട് ഇത് ഇന്ന ആനയാന്ന് പറഞ്ഞിട്ട് കൂടുതൽ ആളുകൾ കയറ്റാറുണ്ട്. അതുപോലെ കടുവകൾ ഇങ്ങനെ നാട്ടിലിറങ്ങുന്ന കടുവകളെയും പിടിച്ച്, കുപ്രസിദ്ധി നേടിയ കടുവകളെ പിടിച്ച് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇന്ന കടുവയാണ്, നാട്ടിൽ ഇറങ്ങി ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കിയ കടുവയാണെന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടുവയ്ക്കും അതൊരു നല്ലൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കടുവയെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നൊരു ജീവിയാണ്. വളരെ പെർസെൻറ്റേജ് കുറവാണ്, അതിൻ്റെ സക്സസ് റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കടുവയ്ക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് വെറുതെ ഇരുന്ന് തിന്നുക എന്ന് പറയുന്നത്. അത് ഇവിടെയുള്ള കടുവകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെയ്യും. അവർക്ക്, എനിക്ക് തോന്നുന്നത് എല്ലാ മാംസബുക്കുകൾക്കും കാച്ച് ബംഗ്ലാവുകളിലാണ്, അല്ലെങ്കിൽ ഒരു 4 ചുവരിൻ്റെ ഉള്ളിലല്ലാട്ടോ ഞാൻ പറയുന്നത്. ഇതുപോലെ ഇത്രയും സ്പേസ് കിട്ടുകയാണെങ്കിൽ അവർക്ക് ജീവിക്കാൻ പിന്നെ എന്താ ബുദ്ധിമുട്ട്. ഫുഡാണെങ്കിൽ അവർ കൊണ്ടുവന്നിടും. ഡ്രൈവർ പറഞ്ഞാണ് ഫുഡ് ഒക്കെ ഇവർക്ക് കൂടുകളിൽ കൊണ്ടുവന്നിടും. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫാണ് കൊടുക്കുന്നത്, ബീഫൊക്കെ അവിടെ കൊണ്ടുവന്നിടും. ആ ബീഫ് അവർ സുഖമായിട്ട് കഴിക്കും, വേറെ ഒരു പ്രശ്നമില്ല. ടെറിട്ടറി ഫൈറ്റുകളില്ല, അതുപോലെ തന്നെ ഇര പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ല, ഇതൊന്നുമില്ല. അപ്പോൾ സുഖജീവിതമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിലിറങ്ങുന്ന കടുവകളെ പിടിച്ചിട്ട്, അവർക്ക് എന്തായാലും കാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. കാട്ടിൽ ഈ പറയുന്ന ടെറിട്ടറി ഫൈറ്റ് ഉണ്ടായിട്ടും മറ്റു കടുവകളൊക്കെ ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ടായിട്ട് അതിൻ്റെ പല്ല് പോവുകയെ നഖം പോവുകയെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ വയസ്സായി പല്ല് കൊഴിയുമ്പോഴൊക്കെയാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കടുവയ്ക്ക് ഏറ്റവും നല്ലത് എന്താ, ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ സുഖമായിട്ട് ജീവിക്കുന്നതല്ലേ. എനിക്കങ്ങനെ തോന്നുന്നത്. അങ്ങനെ ചെയ്യാൻ അത്ര നല്ലതാണ്. എന്തായാലും നമ്മുടെ യാത്ര കഴിഞ്ഞു. യാത്ര കഴിഞ്ഞപ്പോൾ അത്യാവശ്യത്തിന് എന്താ പറയുക, നല്ല സമാധാനമായിട്ട് തോന്നിയത്. ഇതുപോലെ
ഞാൻ ഒരുപാട് സഫാരികൾ എടുത്തിട്ടുള്ള ആളാണ്. എനിക്കധികം മൃഗങ്ങളെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അതൊക്കെ ഒരു ലക്കാണ്. പക്ഷേ ഇവിടെ ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാരണം നമുക്ക് എന്തായാലും മൃഗങ്ങളെ കാണാൻ പറ്റും. നിങ്ങൾക്ക് സമയമോ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണാവുന്നതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്